ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാം ഓഗസ്റ്റ് 6-ാം തീയതിയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നടന്ന മറ്റ് HSA എക്സാമുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജും ഷോർട്ട് ലിസ്റ്റുകളും വന്നു കഴിഞ്ഞു. എന്നാൽ ഫിസിക്കൽ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആകെ 3 ജില്ലകളിൽ മാത്രമാണ് വന്നത്. അതും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വരികയാണ് ചെയ്തത്. അതായത് വയനാട്, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ 500-ൽ താഴെ ഉദ്യോഗാർത്ഥികളായിരുന്നു എക്സാം എഴുതിയത്. അവിടെ എല്ലാവർക്കും തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരികയാണ് ചെയ്തത്. മറ്റ് ജില്ലകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എപ്പോൾ വരും, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കട്ട് ഓഫ് എത്രയായിരിക്കും, നമ്മളെ ലിസ്റ്റ് എപ്പോൾ വരും തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ PSCക്ക് ഒരു നിവേദനം നൽകിയിരുന്നു. PSCക്ക് മാത്രമല്ല, നമ്മളുടെ ചീഫ് മിനിസ്റ്റർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമെല്ലാം നമ്മൾ നിവേദനം നൽകിയിരുന്നു. നമ്മുടെ ഓൾ കേരള അഡ്മിൻസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള ഒപ്പ് ശേഖരണം നടത്തിയായിരുന്നു നമ്മളിത് ചെയ്തത്. അന്ന് PSC ചെയർമാനെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളുടെ HSA ഫിസിക്കൽ സയൻസിന്മേലുള്ള കേസ് കാരണമാണ് ഈ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതെന്നാണ്. അപ്പോൾ എന്താണ് ഈ കേസ് എന്ന് നിങ്ങൾക്ക് പലവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർക്കായി പറയുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് ഇഷ്യൂ, അതായത് കെമിസ്ട്രി മെയിനായിട്ട് പഠിച്ചവർ സബ്സിഡറി ആയിട്ട് ഫിസിക്സ് മെയിനായിട്ട് പഠിച്ചവർ സബ്സിഡറി ആയിട്ട് കെമിസ്ട്രിയും പഠിച്ചിരിക്കണം എന്ന ഒരു റൂളുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ അതായത് 2016-ൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് മെയിനായിട്ട് പഠിച്ചവരെ എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും അപ്ലൈ ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് ഇഷ്യൂ ഉള്ളവരും അപ്ലൈ ചെയ്തിരുന്നു. അവസാനം റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഈ സബ്സിഡറി പഠിക്കാത്തവരെ അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അവർ കേസിന് പോവുകയാണ് ഉണ്ടായത്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുവരെയായിട്ട് അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കേസിന് തീരുമാനമായതിനു ശേഷം മാത്രമേ നമ്മളുടെ ലിസ്റ്റ് വരൂ എന്നാണ് PSCയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ സബ്സിഡറി ഇഷ്യൂ ഉള്ളവർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇഷ്യൂ ഉള്ളവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരികയും സുപ്രീം കോടതി വിധി വരുന്നത് അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ലിസ്റ്റിലുണ്ടായിരുന്നവരെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അല്ല എന്നുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്തൊരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ പിന്നീട് അവരെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീണ്ടും ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ഒന്നേന്ന് ലിസ്റ്റ് ഇടേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ സുപ്രീം കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി ഇതുവരെ ആയില്ല. നിങ്ങൾക്കറിയാം, നവംബർ 25-നായിരുന്നു ലാസ്റ്റ് ഹിയറിംഗ് ഉണ്ടായിരുന്നത്. അന്നും ഹിയറിംഗ് നടന്നില്ല. അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. സുപ്രീം കോർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിലുള്ള ഓർഡറിൽ പറയുന്നത് ഈ വരുന്ന ഡിസംബർ 9-നാണ് അടുത്ത ഹിയറിംഗ് എന്നാണ്. എന്നാൽ അതിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ അവിടെ നെക്സ്റ്റ് ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് വരുന്ന ഫെബ്രുവരി 9-നാണ്. അപ്പോൾ അതിലെന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ രണ്ടും ചിലപ്പോൾ അപ്ലോഡ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് 9/12/2025 കൊടുത്തിരിക്കുന്നത്. പക്ഷേ സൈറ്റിൽ വന്നിരിക്കുന്നത്, ജനറലായിട്ടുള്ള ഇൻഫർമേഷനിൽ വന്നിരിക്കുന്നത് 9/2/2026 എന്നാണ്. ചിലപ്പോൾ അതിൽ ടൈപ്പിംഗ് എറർ കാരണം വല്ലതും ആയിരിക്കണം. എന്തു തന്നെ ആയാലും അതിൻ്റെ വിധി വന്നതിന് ശേഷമേ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് PSCയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിധി എന്തായിരിക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ നമുക്ക് എത്രയും വേഗം വിധി വരട്ടെ എന്നും അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ എത്രയും വേഗം നടക്കട്ടെ എന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇതിൻ്റെ വിധി വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ലിസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ സ്റ്റാഫ് ഫിക്സേഷനിലൂടെ കുറേ ഡിവിഷൻ ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മളുടെ ലിസ്റ്റ് ഓൾറെഡി നിലവിലില്ല. അപ്പം നമുക്ക് നിങ്ങൾ ഏത് ജില്ലയിലാണോ എക്സാം എഴുതിയത് ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും RTA കൊടുത്ത് അവിടെയുള്ള വേക്കൻസികൾ കണ്ടുപിടിക്കുക. അത് DDയിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക. കാരണം അവിടെ ഉള്ള നിലവിലുള്ള വേക്കൻസി അനുസരിച്ചായിരിക്കും നമ്മളുടെ അടുത്ത ലിസ്റ്റിൻ്റെ
ആളുകളുടെ എണ്ണം വരുന്നത്. അപ്പം നമുക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ, കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വലിയൊരു ലിസ്റ്റ് ആണെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ ആളുകളെ നമ്മുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലിസ്റ്റിൽ കയറുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നത് കാത്തി നിൽക്കാതെ ഇപ്പോഴേ നമ്മളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മളുടെ കേസ് എത്രയും വേഗം വിധിയാവുകയും നമ്മളുടെ ലിസ്റ്റ് പെട്ടെന്ന് വരികയും നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാൻ ഇടയാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു ഓൾ.